ഈ നമ്മുടേതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആയതുകൊണ്ട് സൗജന്യമൊക്കെ വാരിക്കോരി കൊടുത്താൽ മാത്രമേ ഇപ്പോൾ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന നിലയിലേക്ക് എത്തി. കാരണം അത് നമ്മൾ ഈ കിറ്റ് രാഷ്ട്രീയവും ഒക്കെ കണ്ടുപോയതുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ഒരു സർക്കാരിൻ്റെ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി നടത്തിയ വലിയ പ്രഖ്യാപനമായിരുന്നു. അതിന് കർണാടക മോഡലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ജനം വിശ്വസിക്കുകയും ചെയ്തു. ജനം ആരും ഇത് ഓർഡിനറിയിൽ മാത്രമാണ് എന്ന് വിശ്വസിച്ചിട്ട് അല്ലായിരുന്നു ആ ഘട്ടത്തിൽ ഏതായാലും മുന്നോട്ട് പോയിട്ടുള്ളത്. ജനം വിചാരിച്ചിരുന്നത് സ്ത്രീകൾക്ക് ബസ്സിൽ എവിടെ കയറിയാലും KSRTC ബസ്സിൽ എവിടെ കയറിയാലും സൗജന്യമായി യാത്ര ചെയ്ത് പോകാം എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ കാര്യത്തോടടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് KSRTCയെ തന്നെ തകർത്ത് കളയും ഇത് മര്യാദയ്ക്ക് പ്ലാൻ ചെയ്തില്ലെങ്കിൽ എന്നുള്ളത്. കാരണം സർക്കാർ ഇങ്ങനെ കൃത്യം ഖജനാവിൽ നിന്നും ഇതിനു വേണ്ടി ചെലവാകുന്ന പൈസ കൊടുത്തുകൊണ്ടിരുന്നാൽ, ആ പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാസം കൊടുക്കുന്ന 100 കോടി രൂപയ്ക്ക് പുറമെ ബജറ്റിൽ സാധാരണഗതിയിൽ വകമാറ്റി വെക്കാവുന്ന 1000-1500 കോടിക്ക് പുറമെയാണ് ഈ കൃത്യം എല്ലാ മാസവും. ഇപ്പോൾ ഓർഡിനറിയിൽ മാത്രമാണെങ്കിൽ ഏതാണ്ട് 57 കോടി രൂപ മുതൽ 60 കോടി രൂപ വരെയും പ്രതിമാസം KSRTCക്ക് ഈ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കൊടുത്തില്ലെങ്കിൽ ഏത് ഘട്ടത്തിൽ മുടങ്ങിപ്പോയാൽ അന്നത് KSRTCയുടെ താളം തെറ്റിക്കും. നമ്മുടെ KSRTC ഇപ്പോൾ പോകുന്നതിനേക്കാൾ ദുർബലമായ അവസ്ഥയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം KSRTCയെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിൻ്റെ പകുതി ഇല്ലാതാകുകയാണ്. സ്വന്തം നിലയ്ക്ക് നിൽക്കാൻ ശേഷിയില്ലാത്തൊരു കോർപ്പറേഷനാണ് അത് എന്ന നിലയ്ക്ക് ഈ പ്രശ്നമുണ്ട്. ഇനി പ്രതിവർഷം ഏതാണ്ട് 700 കോടി രൂപയിലധികമാണ് ഇത്തരത്തിൽ സർക്കാർ KSRTCക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വരിക. ഇനിയിപ്പോൾ 100 ദിവസം പഠിക്കുന്നു, രണ്ടാം ഘട്ടം നടപ്പിൽ ഇത് വിജയകരമാണ്, രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സിറ്റി വിട്ട് ഒരു ഫാസ്റ്റ് പാസഞ്ചറിലേക്കും ഒക്കെ കൂടി പോയി കഴിഞ്ഞാൽ 65 കോടി രൂപയായി ഈ തുക ഉയരും, സർക്കാർ കൊടുക്കേണ്ട തുക. പിന്നെ അത് സൂപ്പർ ഫാസ്റ്റിലേക്ക് പോയാൽ 90 കോടി രൂപയായി ഉയരും. ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ സർക്കാരിന് കഴിയുമോ? ഇപ്പോൾ നമ്മൾ കേട്ടത് ഇന്ന് സർക്കാരിന് കീഴിലുള്ള KFC ഇന്ന് ചെറിയ തുക ചെറിയ പലിശയ്ക്ക് വായ്പയായി തുക കൊടുക്കുമെന്ന്. KSRTCയെ സംബന്ധിച്ച് നമുക്കറിയാം ഇത് കടത്തിന്മേൽ കടക്കെണിയിലുള്ള സ്ഥാപനമാണ്. അവിടെ ഇനി വായ്പ എന്ന ബാധ്യത കൂടി അതിന് താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇത് എത്രമാത്രം ഫലപ്രദമായി കൊണ്ടുപോകാൻ കഴിയും? ഇനി നടപ്പാക്കുമ്പോൾ അതിലൊരു സാമൂഹ്യ നീതിയുടെ പ്രശ്നം നേരത്തെ ഉന്നയിക്കപ്പെട്ടതുപോലെ വരാൻ പാടില്ല. കാരണം മലബാർ മേഖലയിൽ സ്വകാര്യ ബസ്സുകളുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ KSRTCക്ക് ഓർഡിനറി സർവീസുകൾ നാമമാത്രമാണ്. അപ്പോൾ ഒരു ജനത്തിന് സൗജന്യം വെൽഫെയർ എന്ന പേരിൽ നൽകുമ്പോൾ അത് എല്ലായിടത്തുമുള്ള സ്ത്രീകൾക്ക് കിട്ടണം. എവിടെയെങ്കിലുമുള്ള ആളുകൾക്ക് മാത്രം കിട്ടിയാൽ പോരാ. പിന്നെ മിനിമം ഫാസ്റ്റ് പാസഞ്ചർ എങ്കിലും ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ നിന്നും മറ്റ് ജില്ലയിലേക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അടക്കമുള്ളവർക്കാണല്ലോ ഇത് ഉപകാരപ്പെടേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ഗുണം തുലവും ലഭിക്കുക തുച്ഛമായിരിക്കും. അപ്പോഴും ജനങ്ങളുടെ അതൃപ്തി ഈ സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ദീർഘകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ KSRTCക്ക് ടിക്കറ്റ് ഇതര വരുമാനങ്ങൾ ഇപ്പോഴുള്ളതിൻ്റെ എത്രയോ ഇരട്ടിയായി ഉയർത്തിയെങ്കിൽ മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വതവേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി തിരിച്ചടികളിലൂടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അധിക ബാധ്യതയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും